നമുക്കിന്ന് അടിപൊളിയായിട്ട് വ്യത്യസ്തമായൊരു മീൻകറി വെച്ചാലോ? നമ്മൾ റൊട്ടീനായിട്ട് എന്നും വെക്കുന്ന മീൻകറിയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മീൻകറിയിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം വേണം. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് നന്നായി മൂപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ഉലുവയും പിന്നെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സബോളയില്ലേ അതെല്ലാം ഇട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിൽ കുറച്ച് മഞ്ഞളും പിന്നെ കറിവേപ്പിലയും ഇട്ടു ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം. നല്ല ഫ്രൈ ആണ്. ഞാനിന്ന് വെക്കുന്ന മാന്തളാണ് കേട്ടോ. നമുക്ക് കുറച്ച് സോൾട്ടൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വാട്ടിയെടുക്കാം. ഇതിൽ ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും നമുക്ക് ഇടാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഇടാം. അപ്പോൾ ഒരു നല്ല കളറൊക്കെ കിട്ടില്ലേ. പിന്നെ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയും പിന്നെ ഞാനിതിൽ തക്കാളി മാത്രമല്ല കേട്ടോ, പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയും ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കുറച്ച് മാങ്ങ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്യുന്ന മാങ്ങ അധികം പുളിയും പിന്നെ കുറച്ച് മധുരമുള്ള കുറച്ച് സ്വീറ്റിഷ് ആയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുടപ്പുളിയും പിന്നെ നാളികേരപ്പാലും. ഈ പാല് നല്ല കട്ടിക്ക് തന്നെ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഫിഷ് ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറി കാച്ചാനായിട്ട് കൊച്ചുള്ളിയില്ലേ അതെല്ലാം കുഞ്ഞി ആയിട്ട് അരിഞ്ഞ് കറിവേപ്പിലയും ഞാനിതിൽ കുറച്ച് മുളക് പൊടിയും ഇടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കറിക്ക് ഒരു നല്ല കളർ തന്നെ കൊണ്ടുതരും. അപ്പോൾ നമ്മളുടെ കറി കുറേ നേരം ഇരുന്ന് വറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ കറിയിൽ ഇങ്ങനെ കാച്ചി ഒഴിക്കുന്നത്. ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്.